are dealing with our fourth chapter, that is money. നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ മണി എന്നുള്ളതാണ്. അപ്പം എന്താണ് ബാർട്ടർ സിസ്റ്റം എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പണം കണ്ടെത്തുന്നതിന് മുന്നേ നിലനിന്നിരുന്ന ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു എന്ത്, ബാർട്ടർ. അതായത് ഗുഡ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുക, സാധനങ്ങൾ തമ്മിൽ പരസ്പരം കൈമാറുക എന്നുള്ളതാണ് ബാർട്ടർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് എന്തില്ല, പണം ഇല്ലായിരുന്നു, മണി ഇല്ലായിരുന്നു, അല്ലേ? അപ്പോൾ ബാർട്ടർ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് മൂലം നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്യേണ്ടി വന്നു, ഫേസ് ചെയ്യേണ്ടി വന്നു. അത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടറിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇസ് ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ്. ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ് പറഞ്ഞാൽ ആവശ്യങ്ങൾ ഒരുപോലെ ആയിട്ടുള്ളത് ആവണം, ആവശ്യങ്ങൾ ഒരുപോലെ ആയിരിക്കണം. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഒരുപോലെ എന്ന് വരുന്ന സിറ്റുവേഷൻസ് നേടുക എന്നുള്ളത് എന്താണ്, ഒരുപാട് ഡിഫിക്കൽട്ട് ഉള്ളതാണ്. അതായത് എക്സാമ്പിൾ പറയുന്നത്, രണ്ട് പേഴ്സണും ഒരേ ആവശ്യങ്ങളായിരിക്കണം. ആ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, അവർ തമ്മിൽ കണ്ടുമുട്ടും വേണം, എന്നാലല്ലേ എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, സപ്പോസ് എ പേഴ്സൺ പൊസസ്ഡ് ക്ലോത്ത് വിച്ച് ഹി വാണ്ടഡ് ടു എക്സ്ചേഞ്ച് ഫോർ മിൽക്ക്. ഒരാളുടെ കയ്യിൽ ക്ലോത്താണുള്ളത്, അയാൾക്ക് പാലാണ് ആവശ്യം. അപ്പോൾ ഹി കുഡ് നോട്ട് സക്സീഡ് ഇൻ അക്വയറിംഗ് മിൽക്ക് അണ്ടിൽ ഹി മീറ്റ് സംവൺ ഹു നോട്ട് ഓൺലി ഹാഡ് മിൽക്ക് ടു എക്സ്ചേഞ്ച് ബട്ട് വാസ് ഓൾസോ വില്ലിംഗ് ടു അക്വയർ ക്ലോത്ത് ഫോർ മിൽക്ക്. അപ്പോൾ അയാൾക്ക് ഈ ഒരു സാധനം ക്ലോത്ത് കൊടുത്തിട്ട് പാല് വേണമെന്നുണ്ടെങ്കിൽ അത് സക്സീഡ് ചെയ്യുന്നത് എപ്പോഴാണ് വിജയിക്കുന്നത്, അയാൾക്ക് മിൽക്ക് കൊടുക്കാനുള്ള ആളെ കണ്ടെത്തണം, മിൽക്ക് കൊടുക്കാനുള്ള ആളെ, പാല് കൊടുക്കാനുള്ള ആളെ കണ്ടെത്തണം. പക്ഷേ പാല് കൊടുക്കുക മാത്രമല്ല, ആ പാല് കൈവശമുള്ള ആൾക്ക് എന്തിൻ്റെ ആവശ്യം കൂടി വേണം, ക്ലോത്തിൻ്റെ ആവശ്യം കൂടി വേണം, എന്നാലേ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അത് ഒരുമിച്ച് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ദെൻ ലാക്ക് ഓഫ് എ കോമൺ മെഷർ ഓഫ് വാല്യൂ. In the absence of any common measure of value, the value of the commodities in the market could not be aggregated. All commodities do not possess equal value. Exchange is difficult in the absence of a common measure of value. Common measure of value എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി, മാർക്കറ്റിൽ വരുന്ന കമ്മോഡിറ്റീസിൻ്റെ എല്ലാം വാല്യൂ എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല, ആഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനും ഇന്ന വാല്യൂ എന്നില്ല, അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ക്ലോത്തിന് ഒരു വിലയായിരിക്കാം, മിൽക്കിനും ഒരു വിലയായിരിക്കാം. റിയലി അങ്ങനെയാണ്, പക്ഷെ അതിൻ്റെ വാല്യൂ നമുക്കിതിൽ പറയാത്തതുകൊണ്ട് തന്നെ ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ അവിടെ ഇല്ല. ഓൾ കമ്മോഡിറ്റീസ് ഡു നോട്ട് പോസസ് ഈക്വൽ വാല്യൂ. എല്ലാ കമ്മോഡിറ്റീസിനും എന്തില്ല, ഈക്വൽ വാല്യൂ അല്ല ഉള്ളത്. സോ എക്സ്ചേഞ്ച് ഈസ് ഡിഫിക്കൽട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കോമൺ മെഷർ ഓഫ് വാല്യൂ. ദെൻ നെക്സ്റ്റ് ഈസ് ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. In barter economy, people could store wealth for future use only in the form of specific commodities. Most of the goods lack sufficient durability and deteriorate in value. Thus, the commodities cannot be conveniently stocked for future use. ഒരു ബാർട്ടർ എക്കോണമിയിൽ ആളുകൾക്ക് വെൽത്ത് സൂക്ഷിക്കുക, സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് കമ്മോഡിറ്റീസ് രൂപത്തിലല്ലേ ഇവിടെ കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് കമ്മോഡിറ്റീസ് രൂപത്തിലേ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. പക്ഷെ എല്ലാ കമ്മോഡിറ്റീസും അല്ലെങ്കിൽ എല്ലാ ഗുഡ്സും ഒരുപാട് കാലം സൂക്ഷിക്കാൻ കഴിയുന്നതല്ല, അതെന്ത് ചെയ്യും, നശിച്ചു പോവുക ചെയ്യും. അപ്പോൾ കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ യൂസിന് നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. ദെൻ ഫോർത്ത് ഈസ് ഇൻഡിവിസിബിലിറ്റി. ഹൗ ടു സബ്ഡിവൈഡ് ലൈവ് ഒബ്ജക്റ്റ് വാസ് അനദർ പ്രോബ്ലം ഇൻ എ ബാർട്ടർ എക്കോണമി. ലൈവ് ഒബ്ജക്ട്സിനെ എങ്ങനെ സബ് ഡിവൈഡ് ചെയ്യും എന്നുള്ളതായിരുന്നു അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡിവിസിബിലിറ്റി. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു മണി, ദ കൺസെപ്റ്റ് ഓഫ് മണി. ഓക്കെ, മണി ഈസ് എനിത്തിങ് ആക്സെപ്റ്റഡ് ആസ് പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആസ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡെബ്റ്റ്സ്. മണി എന്ന് പറയുന്നത് എന്താണ്, സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മണി ഈസ് എനിത്തിങ് ആക്സെപ്റ്റഡ് ആസ് പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആസ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡെബ്റ്റ്സ്. കടം സെറ്റിൽ ചെയ്യാനോ ഡെപ്റ്റ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന എന്തിനേയും നമുക്കെന്ത് പറയാം, മണി എന്ന് പറയാം. മണി ഈസ് എനിത്തിങ് ആക്സെപ്റ്റഡ് ആസ് പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് ആസ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡെബ്റ്റ്സ്. ഇപ്പോൾ മണി വരുന്നതിന് മുന്നേ നമുക്കറിയാം എക്സ്ചേഞ്ച് നടന്നിരുന്നത് ബാർട്ടർ സിസ്റ്റം എന്നുള്ള ബേസിലായിരുന്നു.
But as economics developed and more trading took place, barter became inefficient. In order to avoid the difficulties of barter, money was developed. Okay. Money is a set of liquid financial assets, the variation in the stock of which could impact on aggregate economic activity. YV Reddy കമ്മിറ്റി മണി ഈസ് വാട്ട് മണി ഡസ് വാൾക്കർ. ഓക്കെ, അപ്പോൾ YV Reddy കമ്മിറ്റിയുടെ അഭിപ്രായത്തിലുള്ള മണി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മണി ഈസ് എ സെറ്റ് ഓഫ് ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്, ദ വേരിയേഷൻ ഇൻ ദ സ്റ്റോക്ക് ഓഫ് വിച്ച് കുഡ് ഇമ്പാക്ട് ഓൺ അഗ്രിഗേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ മൊത്തം എക്കണോമിക് ആക്ടിവിറ്റിയെ തന്നെ ബാധിക്കാവുന്ന ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ ഒരു സെറ്റാണ് എന്ത്, മണി. മണി ഈസ് എ സെറ്റ് ഓഫ് ലിക്വിഡ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ദെൻ വാൾക്കറുടെ അഭിപ്രായത്തിൽ എന്താണ്, മണി ഈസ് വാട്ട് മണി ഡസ്. ഓക്കെ, ഇനി ഇവിടെ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മണി ആസ് ദോസ് അസറ്റ് വിച്ച് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ വൺ അനദർ. ദ സപ്ലൈ ഓഫ് മണി ഇൻക്ലൂഡ്സ് കറൻസി, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു നേച്ചർ ഓഫ് മണി. ഇപ്പോൾ എക്കണോമിക്സിൽ ദ ടേം മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് എവരിഡേ മീനിങ്. മണി എന്ന് പറഞ്ഞാൽ പൊതുവെ ജനങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്, ഇൻകം, വെൽത്ത് എന്നാണ്. പക്ഷേ ഒറിജിനലി അല്ലെങ്കിൽ റിയലി മണി എന്ന് പറയുന്നത് മണി ഈസ് നോട്ട് ഇൻകം ആൻഡ് മണി ഈസ് നോട്ട് വെൽത്ത്. ഇപ്പോൾ എക്കണോമിക്സിൽ മണി എന്ന് പറഞ്ഞാൽ മണി റെഫേഴ്സ് ടു ദോസ് അസറ്റ്സ് ദാറ്റ് ആർ വൈഡ്ലി യൂസ്ഡ് ആൻഡ് ആക്സെപ്റ്റഡ് ഇൻ പേയ്മെൻറ്റ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഗോൾഡ്, സിൽവർ എന്നുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. പിന്നെ എന്തായി, കോയിൻ അല്ലെങ്കിൽ പേപ്പർ മണി ഓർ കറൻസി ആയിട്ടാണ് മണി എന്ത് ചെയ്തത്, മാറിയത്. ഇപ്പോൾ നമുക്ക് മോഡേൺ എക്കോണമീസിൽ മോസ്റ്റ് ഫെമിലർ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, കോയിൻസും പേപ്പർ മണി അല്ലെങ്കിൽ കറൻസിയാണ്. ഇൻ പ്രാക്ടീസ് 2 features ഓഫ് മണി ആർ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ്, മണി ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്. ഫസ്റ്റ് അല്ലേ, രണ്ട് ഫീച്ചേഴ്സ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏതാണ്, മണി ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്. ഏറ്റവും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ് എന്ത്, മണി എന്ന് പറയുന്നത്. ഓക്കെ, ദ ലിക്വിഡിറ്റി ഓഫ് ആൻ അസറ്റ് ഈസ് ദ ഈസ് ആൻഡ് ക്വിക്ക്നെസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ്, സർവീസസ് ഓർ അതർ അസറ്റ്സ്. മണി എന്ന് പറയുന്നത് നമുക്ക് കൈവശം കൊണ്ട് നടക്കാം, അത് പെട്ടെന്ന് എന്ത് ചെയ്യാം, അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഗുഡ്സിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സർവീസിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അസറ്റ്സിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് വരുന്നത് എവിടെയാണ്, മണിയിലാണ്. ഓക്കെ, because it is accepted directly in payment, money is a highly liquid asset. This liquidity is the primary benefit of holding money. Second, money pays a low return. The low return earned by money relative to other assets is the major cost of holding money. Second എന്ന് പറയുന്നത് money pays a low return. Okay. Next we move on to functions of money. Money performs a number of functions in a modern economy. ഇപ്പോൾ ഒരു മോഡേൺ എക്കോണമിയിൽ മണി ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. Professor Kinley has divided the functions of money into primary functions, secondary functions and contingent function. 3 functions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമറി ഫംഗ്ഷനും സെക്കൻഡറി ഫംഗ്ഷനും കണ്ടിജൻറ്റ് ഫംഗ്ഷനും. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അതേപോലെ മെഷർ ഓഫ് വാല്യൂ എന്നുള്ളതാണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് മണി. എവറിത്തിങ് ഈസ് ബോട്ട് ആൻഡ് സോൾഡ് വിത്ത് ഹെൽപ്പ് ഓഫ് മണി. ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മണി ക്രിയേറ്റ്സ് എ ഗ്രേറ്റർ ഫ്രീഡം ഓഫ് ചോയ്സ്. അതായത് എല്ലാം വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ട് നമ്മൾ പൈസയാണ് അല്ലെങ്കിൽ മണിയാണ് ഉപയോഗിക്കുന്നത്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ ഒരുപാട് ഏറ്റവും ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഏതാണ്? മണിയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രൈമറി ഫംഗ്ഷനിൽ വരുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് ഈസ് മെഷർ ഓഫ് വാല്യൂ, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. മണി ഫങ്ഷൻസ് ആസ് എ യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. ദ വാല്യൂ ഓഫ് എനി കമ്മോഡിറ്റി ഓർ സർവീസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് നോൺ ആസ് പ്രൈസ്. അതായത് ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അതായത് മണി ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് അതിന് പ്രൈസ് എന്ന് പറയുന്നത്. The exchange mechanism cannot function without the use of money. The exchange mechanism cannot function without the use of money. അപ്പോൾ എക്സ്ചേഞ്ച് മെക്കാനിസത്തിന് മണി ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല,
ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മണി ഉപയോഗിക്കാം. അങ്ങനെ മണി ഉപയോഗിക്കുന്നതിനാണ് ഇത് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി ഫങ്ഷൻസ് വരുന്നത് ഫസ്റ്റ് വൺ സ്റ്റോർ ഓഫ് വാല്യൂ, സെക്കൻഡ് is standard for deferred payment, then third one is transfer of value. First is store of value. Money also serves as an asset or store of value. If put in a bank for sometimes it can be used later. Thus one can hold wealth in the form of money. Money എന്ന് പറയുന്നത് വെൽത്ത് ആയിട്ട് നമുക്ക് പറയാം. സ്റ്റോർ ഓഫ് വാല്യൂ എന്നുള്ള രൂപത്തിലും നമുക്ക് കരുതി വെക്കാൻ പറ്റുന്നതാണ്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു അസറ്റ് എന്ന നിലക്ക് നമുക്ക് കൈവശം വെക്കാം. സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ഡിഫേർഡ് പേയ്മെൻറ്റ്. ആസ് എ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് മണി ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ കോൺട്രാക്ട്സ് ദാറ്റ് ഇൻവോൾവ് ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ രണ്ട് ആളുകൾ തമ്മിൽ ഒരു കോൺട്രാക്ട്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ പേയ്മെൻറ്റ്സിൽ എത്ര അടക്കാം എന്നുള്ള രീതിയിൽ മണി ഉപയോഗിക്കാൻ പറ്റും. രണ്ട് ആളുകൾ തമ്മിലുള്ള കോൺട്രാക്ട്സിലോ ഈ കോൺട്രാക്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെൻ മണി ഈസ് യൂസ്ഡ് ഇൻ ദിസ് വേ ഇറ്റ് സെർവ് ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ ഡിഫേർഡ് പേയ്മെൻറ്റ്. Then third is transfer of value. Money helps the transfer of value from one place to other. It also transfers value from the possession of one individual to the possession of another. മണി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാം. അതേപോലെ ഒരു ഇൻഡിവിജ്വലിന് മറ്റൊരു ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാം, കൈമാറ്റം ചെയ്യാനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു കണ്ടിജൻറ്റ് ഫങ്ഷൻസ്. കണ്ടിജൻറ്റ് ഫങ്ഷനിൽ വരുന്നത് ഈക്വലൈസേഷൻ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി. So money is the only commodities which can be put to several uses in such a way as the marginal utilities derived from the different uses of income are equal. അപ്പോൾ ഇൻകത്തിൽ നിന്ന് നമ്മൾ എടുക്കും അല്ലേ, കുറച്ച് പൈസ എടുക്കും. അങ്ങനെ പല ഉപയോഗങ്ങളും ഉണ്ടാവും. ഇൻകത്തിൽ നിന്ന് നമുക്ക് മണി ഉപയോഗിച്ചിട്ട് നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ടാവും. അതിൽ നിന്നൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന മാർജിനൽ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ഈക്വൽ ആക്കുക എന്നതാണ് ഈക്വലൈസേഷൻ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മണി എന്ന് പറയുന്നത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈക്വലൈസ് ചെയ്യുക. ഓക്കെ. The next is liquidity. Since money is the most accepted form of wealth, it provides liquidity to one's assets. അല്ലേ, പെട്ടെന്ന് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതാണ്, ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അതാണ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then third is distribution of social income. In a modern economy, distribution of social income is done with the help of money. Then fourth is basis of credit system. The modern economy is based on credit. Credit system is the result of the introduction of money. Okay. അപ്പോൾ 4 ഫങ്ഷൻസോ ഇതിൽ വരുന്നുണ്ട്, കണ്ടിജൻറ്റ് ഫങ്ഷനിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ പറയുന്നത് പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻ, പിന്നെ കണ്ടിജൻറ്റ് ഫങ്ഷൻ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാർട്ടർ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്താണ്, അതേപോലെ നേച്ചർ ഓഫ് മണി, ദ ഫങ്ഷൻസ് ഓഫ് മണി. ഓക്കെ.